വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ തക്കൊണ്ട് ദൈവം തന്ന ഈ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಮತ್ತೊಂದು ಆವೃತ್ತಿ ನಿಮ್ಮ ಮುಂದೆ ಈ ರೀತಿಯಾಗಿ ನಿಲ್ಲಲಿಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತಹ ಅವಕಾಶವನ್ನ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ಮತ್ತೊಂದು ಸಾರಿ ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆಯನ್ನು ನಿಮ್ಮೆಲ್ಲರಿಗೂ ತಿಳಿಸುವಂತನಾಗಿದ್ದೇನೆ. എനിക്കും മിസ്സസിനും കൂടി ഒന്നിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಸಹೋದರಿಗೂ ಆಂಟಿಗೂ ಒಟ್ಟಿಗೆ ಈ ರೀತಿಯಾಗಿರ್ಲಿಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತಹ ಅವಕಾಶಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸುತ್ತಾರೆ. ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ബൈബിൾ സ്റ്റഡി കുറിച്ചാಗಿ ನಾನು ಅಪೇಕ್ಷಿಸಿರಲಿಲ್ಲ. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വന്നത്. ಒಂದು ಆಕಸ್ಮಿಕವಾಗಿ ಈ ರೀತಿಯಾಗಿ ನಿಲ್ಲೋಕೆ ಒಂದು ಅವಸರವಾಯಿತು. ഇങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്, ആയുധം കയ്യിലില്ലാത്തവൻ അലരാടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ആയുധം ഇല്ലാത്തവൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നത്, ಆಯುಧ ಇಲ್ಲದವನು ಯಾವ ರೀತಿಯಾಗಿ ಯುದ್ಧ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಎಂಬಂತ ಒಂದು ಮಾತಿದೆ. ഒരു ഇലക്ട്രീഷ്യന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവർ കാണും. ಒಬ್ಬ ಎಲೆಕ್ಟ್ರಿಷಿಯನ್ ಕೈಯಲ್ಲಿ ಯಾವಾಗಲೂ ಒಂದು ಟೆಸ್ಟರ್ ಇರ್ತದೆ. അതുപോലെ തന്നെ ഓരോ ഏരിയയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ചില കാര്യങ്ങൾ അവരുടെ കരങ്ങളിൽ കാണും എപ്പോഴും. ಆಯಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಕೆಲಸ ಮಾಡುವಂತವರಿಗೆ ಆಯಾ ಆಯುಧಗಳನ್ನ വസ്തുക്കളെല്ലാം അവർ ഇട്ടുകൊണ്ടിരിತಾರೆ. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ബൈബിളിലെ ഭാഗങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ಒಬ್ಬ ವಿಶ್ವಾಸಿಗೆ ಯಾವಾಗಲೂ ದೇವರ ವಾಕ್ಯವು ದೇವರ ವಾಕ್ಯದ ಒಂದು ಜ್ಞಾನವು ಆತನಿಗೆ ಇರಬೇಕು. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ಸ್ವಲ್ಪ ಸಮಯದ ಧ್ಯಾನಕ್ಕಾಗಿ ಫಿಲಿಪ್ಪರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯನ್ನು ನಾವು ಸ್ವಲ್ಪ ಧ್ಯಾನ ಮಾಡಿಕೊಳ್ಳೋಣ. ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ വളരെ സാവകാശത്തിലേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ಇದೊಂದು ಬೈಬಲ್ ಸ್ಟಡಿ ಆದ್ರಿಂದ സമാധാനವಾಗಿ ನಾನು ಮಾತಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. അത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ಪ್ರತಿಯೊಬ್ಬರ ಜೀವಿತಕ್ಕೆ ಅದು ಅನುಕೂಲವಾಗಿರಲಿ ಎಂಬುದಾಗಿ ನಾನು ಸ್ವಲ್ಪ ಸಮಾಧಾನದಿಂದ ಈ ಬೈಬಲ್ ಸ್ಟಡಿಯನ್ನ ಮಾತಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ಫಿಲಿಪಿಯದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 9ರಿಂದ 11ನೇ ವಾಕ್ಯಗಳನ್ನ ನಾವು ಓದಿಕೊಳ್ಳೋಣ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത, ಇಲ್ಲಿ ನಾವು ನೋಡ್ಲಿಕ್ಕೆ ಸಿಗುವಂತ ಒಂದು ಮಾತು, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಫಿಲಿಪಿಯದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳಿಗೆ ಅವರ ವಿಚಾರವಾಗಿ ಮಾಡುವಂತದ್ದು ಪ್ರಾರ್ಥನೆ ಇದಾಗಿದೆ. ഫിലിപ്പിയ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, ಫಿಲಿಪಿಯಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳ ಕುರಿತಾಗಿ ಅವರ ಕುರಿತಾಗಿ ಚಿಂತಿಸುವಂತ ಪ್ರಾರ್ಥಿಸುವಂತ ಒಬ್ಬ ದೇವರ ಭಕ್ತನು. ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ಈ ವಾಕ್ಯ ಭಾಗವನ್ನ ಓದಿದಾಗ ನಮಗೆ ಅರ್ಥವಾಗಿರುತ್ತದೆ, ഫിലിപ്പിയ വിശ്വാസികളിലുള്ള ആരുടെയെങ്കിലും മക്കളുടെ വിവാഹത്തെ കുറിച്ചല്ല അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಯಾವ ಒಂದು ಮಕ್ಕಳ ವಿವಾಹದ ಕುರಿತಾಗಿ ಆತನು ಮಾತನಾಡುತ್ತಾ ಇಲ್ಲ. ആ സമയത്ത് അനേക മക്കൾ കാണും, വിവാഹ പ്രായമായവർ കാണും. ಆದರೆ ಆ ಸಮಯದಲ್ಲಿ ಕೂಡ ಆ ಸಂದರ್ಭದಲ್ಲಿ ಕೂಡ ವಿವಾಹ ಪ್ರಾಯಕ್ಕೆ ಬಂದಂತ ಅನೇಕ ಮಕ್ಕಳು ಇದ್ದಿರಬಹುದು. ചില ജോലിയില്ലാത്ത മക്കൾ കാണും ആ ഫിലിപ്പിയ സഭയിൽ. ಕೆಲವೊಬ್ಬರು ಯಾವೊಂದು ಕೆಲಸವಿಲ್ಲದೆ ಇರುವಂತಹ ಒಂದು ನಿರುದ್ಯೋಗಿಗಳಾಗಿರುವಂತಹ ಮಕ್ಕಳು ಇದ್ದಾರೆ. ആ വിഷയത്തെ കുറിച്ചും അല്ല അപ്പോസ്തലനായ പൗലോസിന് ആ ഒരു ഭാരമുള്ളത്. ಆ ವಿಚಾರ ಕುರಿತಾಗಿ ಅಲ್ಲ ಅಪೊಸ್ತಲನಾದ ಪೌಲನಿಗೆ ಇರುವಂತಹ ಒಂದು ಭಾರವು. രോഗികളായിട്ടുള്ളവരെ തീർച്ചയായിട്ടും ഫിലിപ്പിയ സഭയിൽ കാണും. ರೋಗಿಗಳಾಗಿಯೂ ಅನೇಕ ಭಕ್ತರಿದ್ರು ಏನೋ, എന്നാൽ അവരെ കുറിച്ചും അല്ല അപ്പോസ്തലനായ പൗലോസിന് ഭാരമുള്ളത്. ಆದ್ರೆ ಅವರ ಕುರಿತಾಗಿ ಅಪೊಸ್ತಲನಾದ ಪೌಲನಿಗೆ ಇರುವಂತಹ ಒಂದು ಭಾರವು ಅಲ್ಲ. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ಇವೆಲ್ಲ ಕೂಡ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕಾಗಿರೋ ವಿಷಯಗಳೇ. നമ്മുടെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് നമ്മളല്ലാതെ ആരാ പ്രാർത്ഥിക്കുന്നത്? ನಮ್ಮ ಮಕ್ಕಳ ವಿವಾಹದ ಕುರಿತಾಗಿ ನಾವಲ್ಲದೆ ಮತ್ತಾರು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾರೆ? നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾ രോഗികളായിരിക്കുമ്പോൾ നമ്മളല്ലാതെ ആരാ പ്രാർത്ഥിക്കുന്നത്? ನಮ್ಮ ಸಭೆಯಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳು ಅನಾರೋಗ್ಯದ ಸ್ಥಿತಿಯಲ್ಲಿರುವಾಗ ಅವರ ಕುರಿತಾಗಿ ನಾವು ತಾನೇ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. തീർച്ചയായിട്ടും ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിരുദ്യോഗിയാಗಿರುವಂತಹ മക്കളിಗೋಸ್ಕರ ಕೂಡ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. അപ്പോസ്തലനായ പൗലോസ് അത് സെക്കൻഡ് പാർട്ടായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಈ ಎಲ್ಲಾ ವಿಚಾರಗಳನ್ನ ಎರಡನೇ ಭಾಗವಾಗಿ ಆತನು ಇಟ್ಟಿದ್ದಾನೆ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ಆದ್ರೆ ಪೌಲನು ಹೇಳುವಂತದ್ದು ಮಾತು, എനിക്ക് എന്റെ സഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ಈ ಫಿಲಿಪಿಯ ಸಭೆಯಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸಿಗಳ ಕುರಿತಾಗಿ ನಾನು ನನಗಿರುವಂತಹ ಒಂದು ಆಶಯಗಳ ಕುರಿತಾಗಿ ನಾನು ಮಾತಾಡ್ತೇನೆ. ശ്രദ്ധിക്കുക,
ಗಮನಿಸಿ, ഈ അപ്പോസ്തലൻ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ಈ ಅಪೊಸ್ತಲ ಪೌಲನು ಕಾರಾಗೃಹದಲ್ಲಿದ್ದಾನೆ. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ಇದರ ಕುರಿತು ನಾವು ಆಲೋಚನೆ ಮಾಡಿದ್ದೇವೆ. നമ്മൾ കാരാഗ്രഹത്തിൽ കിടക്കുകയാണെങ്കിൽ ನಾವು ಸೆರೆಮನೆಯಲ್ಲಿರುವಾಗ നമ്മൾ എന്ത് ചെയ്യും? ನಾವೇನ್ ಮಾಡ್ತೇವೆ? എങ്ങനെയെങ്കിലും ജാമ്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും. ಹೇಗಾದ್ರೂ ಜಾಮೀನು ಸಿಕ್ಕಿ ನಾವು ಹೊರಗೆ ಬರ್ಲಿಕ್ಕೆ ಶ್ರಮ ಪಡುತ್ತೇವೆ. ആരെങ്കിലും വസ്തുവിന്റെ ആധാരമുണ്ടോ അത് വെച്ചിട്ടെങ്കിലും എനിക്കൊരു ജാമ്യം എനിക്ക് വേണം. ಯಾರ್ದಾರು ಒಂದು ವಸ್ತುವಿನ ಆಧಾರವನ್ನಾದ್ರೂ ಅದನ್ನ ಇಟ್ಟು ಅಡ ಇಟ್ಟು ನಾವು ಜಾಮೀನಿಂದ ಹೊರಗೆ ಬರ್ಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಡ್ತೇವೆ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ನಾವು ಒಬ್ಬೊಬ್ಬರು ಆ ರೀತಿಯಾಗಿ ಆಲೋಚನೆ ಮಾಡುತ್ತೇವೆ. നമ്മുടെ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ അറിവിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. ನಮ್ಮ ಚಿಂತೆಗಿಂತಲೂ ನಮ್ಮ ಆಲೋಚನೆಗಿಂತಲೂ ವ್ಯತ್ಯಾಸವಾಗಿ ಆಲೋಚಿಸುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಯು ಅಪೊಸ್ತಲನಾದ ಪೌಲನು. ഈ വചനത്തിന് മുൻപാകെ നമുക്ക് ഏത് വിധത്തിലുള്ള പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ಇಲ್ಲಿ ನಾವು ಯಾವ ವಿಚಾರಕ್ಕೆ ಯಾವ್ಯಾವ ಪ್ರಾರ್ಥನೆಗೆ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಕೊಡುತ್ತೇವೆ ಎಂಬುದಾಗಿ ಇಲ್ಲಿ ತಿಳಿಯಪಡಿಸಿದೆ. മറ്റുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ಬೇರೆ ಎಲ್ಲಾ ವಿಷಯಗಳಿಗೂ ಕೂಡ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು, ಪ್ರಾರ್ಥನೆ ಮಾಡಬಾರದು ಎಂಬುದಾಗಿ ನಾನು ಹೇಳುವುದಿಲ್ಲ. എന്നാൽ പ്രിയരെ, മുഖ്യമായിട്ട് ദൈവം നമ്മെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും അറിയേണ്ടതായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചുമാണ് മുഖ്യമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ಆದರೆ ಪ್ರಾಮುಖ್ಯವಾಗಿ ನಮ್ಮ ಕುರಿತಾಗಿಯೂ ನಮ್ಮ ಮಕ್ಕಳ ಕುರಿತಾಗಿಯೂ ನಾವೇನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ತಿಳಿಸುತ್ತಾ ಇದ್ದಾನೆ. അതേ അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ಅದೇ ಅಧ್ಯಾಯದ 3ನೇ ವಾಕ್ಯದ ರೀತಿಯಾಗಿ ನಾವು ಓದುತ್ತೇವೆ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും ನಾನು ನಿಮಗೋಸ್ಕರ ದೇವರನ್ನು ಬೇಡಿಕೊಳ್ಳುವ ಎಲ್ಲಾ ಸಮಯಗಳಲ್ಲಿಯೂ. ഈ അപ്പോസ്തലൻ പൗലോസ് എവിടെയാണ് കിടക്കുന്നത്? ಅಪೊಸ್ತಲ ಪೌಲನು ಎಲ್ಲಿದ್ದಾನೆ? കാരാഗ്രഹത്തിലാ. ಆತನು ಕಾರಾಗೃಹದಲ್ಲಿದ್ದಾನೆ. അപ്പോഴും സഹവിശ്വാസികളുടെ ചില ആത്മീയ വിഷയത്തെ ഓർത്താണ് താൻ പ്രാർത്ഥിക്കുന്നത്. ಆದ್ರೂ ಕೂಡ ಆತನು ತನ್ನ ಸಹೋದರರ ಕುರಿತಾಗಿ ಅನೇಕ ವಿಷಯಗಳ ಕುರಿತಾಗಿ ಆತನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತವನಾಗಿದ್ದಾನೆ. 9-ാം വാക്യത്തിൽ നാം ആദ്യമായിട്ട് കാണുന്നത് 9ನೇ ವಾಕ್ಯದಲ್ಲಿ ಮೊದಲಾಗಿ ಈ ರೀತಿಯಾಗಿ ಕಾಣುತ್ತೇವೆ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. ನಿಮ್ಮ ಪ್ರೀತಿಯು ಹೆಚ್ಚುತ್ತಾ ಹೆಚ್ಚುತ್ತಾ ಪೂರ್ಣ ಜ್ಞಾನವಿರಬೇಕೆಂದಲೂ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. ನಿಮ್ಮ ಪ್ರೀತಿಯು ಹೆಚ್ಚುತ್ತಾ ಹೆಚ್ಚುತ್ತಾ ಇರಬೇಕು. ഈ സ്നേഹം നമ്മളിൽ ഉണ്ടോ? ಈ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿದೆಯೋ? ഫിലിപ്പിയ വിശ്വാസികളിൽ സ്നേഹം ഉണ്ടായിരുന്നു. ಫಿಲಿಪಿಯ ವಿಶ್ವಾಸಿಗಳ ಮಧ್ಯದಲ್ಲಿ ಈ ಒಂದು ಪ್ರೀತಿ ಇತ್ತು. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ಆದ್ರೆ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳುವಂತದ್ದು പോരാ, ಅದು ಸಾಲದು, ഇത് വർദ്ധിക്കണം. ಇದು ಹೆಚ್ಚುತ್ತಾ ഞാൻ ಇರಬೇಕು. നിങ്ങളെ കാണുന്നു. ನಾನು നിನ್ನನ್ನು ನೋಡುತ್ತಾ ഞാൻ ಇದ್ದೇನೆ. കാരാഗ്രഹത്തിൽ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ഓരോ കുടുംബത്തെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ನಾನು ಸೆರೆಮನೆ ವಾಸದಲ್ಲಿದ್ದಾಗೂ ಕೂಡ ನಿಮ್ಮ ಕುರಿತಾಗಿ ನಾನು ಕೇಳುತ್ತಾ ಧ್ಯಾನ ಮಾಡುತ್ತಾ ಇರುತ್ತೇನೆ. നിങ്ങളുടെ അന്യോന്യ സ്നേഹം പോരാ, ನಿಮ್ಮಲ್ಲಿರುವಂತಹ ಅನ್ಯತೆ ಪ್ರೀತಿ ಸಾಲದು. നിങ്ങളുടെ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ട്. ನಿಮ್ಮಲ್ಲಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿರುವಂತಹ ಒಂದು ಪ್ರೀತಿಯು ಅದು ಕಡಿಮೆಯಾಗಿದೆ. നിങ്ങളിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ಮೊದಲ ಪ್ರೀತಿಯು ಅದು ಪಡಿಸಿಕೊಂಡಿದ್ದೀರಿ. സ്നേഹം വർദ്ധിക്കണം. ನಿಮ್ಮ ಪ್ರೀತಿಯು ಹೆಚ್ಚಬೇಕು. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ಹಾಗಿದ್ದಲ್ಲಿ ನಾನೊಂದು ಪ್ರಶ್ನೆಯನ್ನು ಮಾಡ್ಲಿಕ್ಕೆ ഈ ಇಷ್ಟಪಡುತ್ತೇನೆ. സ്നേഹം നമ്മളിൽ എങ്ങനെ ഇരിക്കുന്നു? ಈ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿ ಯಾವ ರೀತಿಯಾಗಿದೆ? നമ്മുടെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ സ്നേഹം ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത്? ನಮ್ಮಲ್ಲಿ ಪ್ರೀತಿ ಇದೆಯೋ ಇಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ಯಾವ ರೀತಿಯಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬಹುದು? ഫലം കൊണ്ട് അറിയാം. ಫಲದಿಂದ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬಹುದು. ഒരു തെങ്ങ് വെച്ചു പിടിപ്പിച്ചു. ಒಂದು ತೆಂಗಿನ ಮರವನ್ನ ನಾವು ನಟ್ಟು ಬೆಳೆಸಿದ್ರೆ അത് നല്ല തെങ്ങാണോ എന്ന് അറിയുന്നത് അതിന്റെ ഫലം കണ്ടിട്ടല്ലേ? ಅದು ಒಳ್ಳೆಯ ತೆಂಗಿನ ಮರವಾಗಿ ಬೆಳೆದಿದೆ ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಂತದ್ದು ಅದರ ಫಲವನ್ನ ನೋಡಿ. അത് ഫലം കണ്ടാണ് നമ്മൾ അതിനെ അറിയുന്നത്. ಅದರ ಫಲ ನಿಮಿತ್ತವಾಗಿ ಗುರುತಿಸುತ್ತೇವೆ. അപ്പോൾ നമ്മളെ ഈ ലോകത്തിൽ വെച്ചിരിക്കുകയാണ്. ನಮ್ಮನ್ನು ಈ ಲೋಕದಲ್ಲಿ ಕರ್ತನಿಟ್ಟಿದ್ದಾನೆ. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നമ്മളിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಈ ಪ್ರೀತಿಯು ಕಡಿಮೆ ಆಗುತ್ತಾ ಇದ್ದಲ್ಲಿ തീർച്ചയായിട്ടും ദൈവം അത് ആഗ്രഹിക്കുന്ന ഒന്നല്ല. ಅದು ಸ್ಪಷ್ಟವಾಗಿ ದೇವರಿದನ್ನ ಆಗ್ರಹಿಸುವುದಿಲ್ಲ. നമ്മുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ನಮ್ಮಲ್ಲಿರುವಂತಹ ಪ್ರೀತಿಯೊಂದು ಹೆಚ್ಚುತ್ತಲೇ ಇರಬೇಕು. ആ സ്നേഹത്തിന് ഡിഫിനിഷൻ ഒക്കെ പറയുന്നുണ്ട് വേദഭാഗങ്ങളില്. ಆ ಪ್ರೀತಿಯ ಕುರಿತಾಗಿ ಅನೇಕ ವಿವರಣೆಗಳು ದೇವರ ವಾಕ್ಯದಲ್ಲಿದೆ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ನಾನು ನಿಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡುವ ಹಾಗೆ ನೀವು ಅನ್ಯನ ಪ್ರೀತಿ ಮಾಡಬೇಕು. ഈ വിധത്തിൽ നമ്മൾ വായിച്ചു പോകാൻ വളരെ ഈസിയാ. ಈ ರೀತಿಯಾಗಿ ನಾವು
ಮಾತು ನಾವು ಓದಿ ಹೋಗ್ಲಿಕ್ಕೆ ಸುಲಭವೇ, നമുക്ക് വേണേ ബൈഹാർട്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ಅದನ್ನ ಬಾಯ್ಪಾಠ ಮಾಡೋದಕ್ಕೂ ಸುಲಭವೇ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഭാഗം, ഈ ഒരു വാക്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എന്തൊക്കെ കഴിയുമോ? ಈ ರೀತಿಯಾದಂತ ಒಂದು ಜೀವಿತವನ್ನ, ಈ ಪ್ರೀತಿಯ ಕುರಿತಾಗಿರುವಂತ ವಿಷಯವನ್ನ ಪ್ರಾಯೋಗಿಕವಾಗಿ ನಾವು ತರಲಿಕ್ಕೆ ಸಾಧ್ಯವೋ? ഇല്ലെങ്കിൽ നമ്മൾ ഈ വചനം കേട്ടുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ಇಲ್ಲವಾದಲ್ಲಿ ನಾವು ಕೇವಲ ಈ ಮಾತುಗಳನ್ನ ಕೇಳಿದ್ರಲ್ಲಿ ಅರ್ಥವಿಲ್ಲ. എങ്കിലും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ಆದ್ರೆ ಕೆಲವು ತೀರ್ಮಾನಗಳನ್ನ ತೆಗೆದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯ. കർത്താവിന്റെ ആ സ്വഭാവം തന്നെ എന്നിൽ വേണം. എനിക്ക് ಕರ್ತನಿರುವಂತ ಅದೇ ಸ್ವಭಾವವು ನನ್ನಲ್ಲಿ ಕೂಡ ಇರಬೇಕು. ഈ ഒരു ആഗ്രഹം അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ಈ ಒಂದು ಆಗ್ರಹವಾದರೂ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಇರಬೇಕು. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ನಾನು ನಿಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡಿದ ಪ್ರಕಾರವಾಗಿ ನೀವು ಅನ್ಯೋನ್ಯ ಪ್ರೀತಿಸಬೇಕು. നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മൾ ഏത് വിധത്തിലുള്ളവരായിരുന്നു? ನಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡಿದ್ದ ಆ ಸಂದರ್ಭದಲ್ಲಿ ನಾವು ಯಾವ ರೀತಿಯಾಗಿದ್ದೆವು? നമ്മൾ ദോഷികളായിരുന്നു, ನಾವು ದೋಷಿಗಳಾಗಿದ್ದೆವು, പാപികളായിരുന്നു, ನಾವು ಪಾಪಿಗಳಾಗಿದ್ದೆವು. ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്ന് പറഞ്ഞ പൂർവ്വപിതാക്കന്മാരുടെ കൊച്ചുമക്കളാണ് നമ്മൾ. ಕ್ರಿಸ್ತನು ಬೇಡ, ಬರಬ್ಬನು ಸಾಕು ಎಂಬುದಾಗಿ ಹೇಳಿದಂತ ಆ ಮೊಮ್ಮಕ್ಕಳ ಪಟ್ಟಿಯಲ್ಲಿ ಉಳಿದಂತವರು ನಾವಾಗಿದ್ದೇವೆ. അങ്ങനെയുള്ള നമ്മളെ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ಈ ರೀತಿಯಾಗಿರುವಂತ ನಮ್ಮನ್ನ ಕರ್ತನು ಪ್ರೀತಿ ಮಾಡಿದ್ದಾನೆ. എങ്കിൽ ಆದರೆ ചില നിസാര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാവിശ്വാസികളുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പലപ്പോഴും ആ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ലേ? ಆದ್ರೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ವಿಷಯಗಳು ಬಂದಾಗ ಈ ಪ್ರೀತಿ ನಮ್ಮಲ್ಲಿ ಕಡಿಮೆ ಆಗಿದ್ದ ಸಂದರ್ಭಗಳಿಲ್ಲವೋ? ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ನಾವು ಆಲೋಚನೆ ಮಾಡಬೇಕು. നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നിട്ടില്ലേ? ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಈ ಒಂದು ಕಡಿಮೆ ಅನ್ಸ್ಕೊಂಡಿದ್ದು ಯಾವುದಿಲ್ಲವೋ? ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നോക്കാൻ ഞാൻ ആരുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ അന്യോന്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുള്ള ഏതെല്ലാം സഹോദരി സഹോദരന്മാർ ഇന്ന് എന്റെ മുൻപാകെ ഉണ്ട്. ಈ ರೀತಿಯಾಗಿ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಪ್ರೀತಿಯ ಅಥವಾ ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಕಡಿಮೆ ಆಗಿರುವಂತ ನಮ್ಮಲ್ಲಿ ಎಷ್ಟು ಸಹೋದರ ಸಹೋದರರಿದ್ದಾರೆ. അങ്ങനെയെങ്കിൽ നിങ്ങളോടുകൂടിയാണ് ഈ വാക്ക് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം പോരാ, വർദ്ധിക്കും. ಆಗಿದ್ದಲ್ಲಿ ನಮ್ಮೆಲ್ಲರಿಗೂ ಬರೆಯಲ್ಪಟ್ಟಿರುವಂತ ಒಂದು ಮಾತಿದಾಗಿದೆ, ನಿಮ್ಮಲ್ಲಿರುವಂತ ಪ್ರೀತಿ ಅದು ಸಾಲದು. നമ്മുടെ സ്നേഹം വർദ്ധിക്കേണ്ടത്, ನಮ್ಮಲ್ಲಿರಬೇಕಾದಂತ ಪ್ರೀತಿ ಅದು ಹೆಚ್ಚಲೇಬೇಕು. നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ನಮ್ಮಲ್ಲಿ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಬರುವಂತದ್ದು ಅವಶ್ಯಕತೆ. അങ്ങനെ സ്നേഹം വർദ്ധിക്കുമ്പോൾ, ಆ ರೀತಿಯಾಗಿ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಬರುವಾಗ, നമ്മുടെ കർത്താവുമായിട്ടുള്ള സ്നേഹം കൂടി വരുമ്പോൾ, ನಮ್ಮಲ್ಲಿ ಕರ್ತನಿರುವಂತಹ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಬರುವಾಗ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരും. ನಮ್ಮಲ್ಲಿ ಕೆಲವು ವಿಷಯಗಳು ಅದು ಪ್ರತ್ಯೇಕಿಸಲ್ಪಡುತ್ತದೆ, ಒಂದು ವ್ಯತ್ಯಾಸವನ್ನು ಕಂಡುಬರಬಹುದು. സഭയ്ക്ക് വരുന്നത് തന്നെ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് വരാൻ പറ്റും. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ, ನಾವು ಕರ್ತನಿರುವಂತಹ ಒಂದು ಬಾಂಧವ್ಯವು ಚೆನ್ನಾಗಿದ್ದಲ್ಲಿ ನಾವು ಸಭೆಗೆ ಬರುವಂತ ಆ ಒಂದು ಸಮಯವನ್ನು ಕೂಡ ನಾವು ಗಮನಿಸುತ್ತೇವೆ. നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ഓടിക്കുന്ന ട്രെയിനോടുള്ള സ്നേഹം നമുക്ക് ഇന്ന് നമ്മുടെ കർത്താവിനോട് ഇല്ല. ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಓಡಿಸುವ ಅಥವಾ ನಿಯಂತ್ರಣದಲ್ಲಿರುವಂತಹ ಆ ರೈಲಿನ ಆ ವಿಭಾಗ ಕೂಡ ಅದರೊಟ್ಟಿಗೆ ಇರುವಂತಹ ಪ್ರೀತಿ ಕೂಡ ನಮಗಿಲ್ಲ. ട്രെയിൻ 10 മണിക്കാണെങ്കിൽ നമ്മൾ പറയും അരമണിക്കൂർ വരെ അവിടെ പ്ലാറ്റ്ഫോമിൽ പോയിരിക്കാം, എന്നാലും അരമണിക്കൂർ മുമ്പേ നമുക്ക് പോയിരിക്കണം. ಆ ರೈಲು ಗಾಡಿ 10 ಗಂಟೆಗೆ ಬರುತ್ತದೆ ಎಂಬುದಾಗಿದ್ದಲ್ಲಿ ನಾವು ಮನೆಯಲ್ಲಿ ತೀರ್ಮಾನ ಮಾಡ್ತೀವಿ, 10 ಗಂಟೆ ಮುಂಚಿತವಾಗಿ ನಾವು ಅಲ್ಲಿ ಹೋಗಿರಬೇಕು. എന്തൊരു സ്നേഹമാണ് നമുക്ക്, ಅದೆಷ್ಟು ಪ್ರೀತಿ ನಮಗೆ. പക്ഷെ ആ ഒരു സ്നേഹം നമുക്ക് നമ്മുടെ സഭയുമായിട്ടോ നമ്മുടെ കർത്താവുമായിട്ടോ ഉണ്ടോ? ಆ ರೀತಿಯಾದ ಪ್ರೀತಿ ಕೂಡ ನಮಗೆ ನಮ್ಮ ಕರ್ತನ ಜೊತೆಗಾಗಲಿ ಅಥವಾ ನಮ್ಮ ಸಭೆಯ ಬಳಿಗಾಗಲಿ ಇರುವುದಿಲ್ಲ. കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ಅದು ಕಡಿಮೆ ಆಗುತ್ತಲೇ ಇದೆ. നമുക്ക് സ്നേഹം വളരെ കുറഞ്ഞു. ನಮ್ಮಲ್ಲಿರುವಂತಹ ಪ್ರೀತಿ ಅದು ಕಡಿಮೆ ಆಗುತ್ತಾ ಇದೆ. അതിന് വിശ്വാസം കുറഞ്ഞു. ಅದರ ನಿಮಿತ್ತವಾಗಿ ವಿಶ್ವಾಸವೂ ಕೂಡ ಕಡಿಮೆ ಆಗಿದೆ. ഞാൻ പറയട്ടെ, നമ്മുടെ ಈ തലമുടി വെട്ടുന്ന എന്താ പറയുന്നത്, ബാർബർ, ನಾನು ನಮ್ಮ ತಲೆ ಕೂದಲನ್ನ ಆತನು ಯಾರದು ಶೌರಿಕನ ಕುರಿತಾಗಿ ನಾನು ಮಾತಾಡ್ತೇನೆ. അവരോടുള്ള സ്നേഹം നമ്മുടെ കർത്താവിനോടുണ്ടോ? ಅವರ ಬಳಿಗಿರುವಂತ ಪ್ರೀತಿ ಕೂಡ ನಮ್ಮ ಕರ್ತನ ಜೊತೆಗಿಲ್ಲ. ഒന്ന് ആലോചിച്ച് നോക്ക്. ಆಲೋಚನೆ ಮಾಡಿ. അവന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? ಆತನ ಕೈಯಲ್ಲಿ ಏನಿದೆ? ಬ್ಲೇಡ್ ಇದೆ അല്ലേ? ബ്ലേഡ് വെച്ചോണ്ട് നമ്മളോട് പറയാം ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ಆತನ ಹೇಳ್ತಾನೆ, ಈ ಕಡೆ ತಲೆ ತಿರುಗಿಸಿದ್ರೆ ಆ ಕಡೆ ತಲೆ ತಿರುಗಿಸ್ತೀವಿ. തിരിക്കുന്നോ ഇല്ലയോ? ತಿರುಗಿಸುವ ಇಲ್ಲವೋ? ആ കത്തിയോടൊന്ന് ചെറുത് മുട്ടിയാൽ മതി, ചോര വരും. ಆ ಕತ್ತಿಯ ನಿಮಿತ್ತವಾಗಿ ಸ್ವಲ್ಪ ಆಳವ ಮುಟ್ಟಿದ್ರೆ ಸಾಕು, ರಕ್ತ ಬರ್ತದೆ. നമ്മൾ ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. ನಾವು ಮೇಲೆ ತಲೆ ಎತ್ತುವಂತ ತಕ್ಷಣ ಮೇಲೆ നമുക്ക് ഒരു പരിചയമില്ലാത്തവന്, ಯಾವ್ದೋ ಒಂದು ಪರಿಚಯ ನಮಗೆ ഒരു പരിചയമില്ലാത്തവന് ಪರಿಚಯ ಇಲ್ಲ. ಅವನು ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. ಈ ತರ ತಲೆ ತಿರುಗಿಸ್ತೇವೆ. ഇങ്ങനെ വെക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വെക്കും. ಮೇಲ್ ನೋಡುವಂದಾಗ ಮೇಲ್ ನೋಡ್ತೇವೆ, താഴോട്ട് നോക്കാൻ പറഞ്ഞാൽ താഴോട്ട് നോക്കും. ಕೆಳಗೆ ನೋಡುವಂದಾಗ ಕೆಳಗೆ ನೋಡ್ತೇವೆ. അനുസരണവും വിശ്വാസവും നമുക്ക്. ಎಷ್ಟು ಅನುಸರಿಸ್ತೇವೆ, ಎಷ್ಟು ವಿಶ್ವಾಸವಿದೆ. എന്നാൽ ഞാൻ
ഞാൻ ചോദിക്കട്ടെ, ಆದ್ರೆ ನಾನು ಕೇಳಲೆ, ഈ ഒരു ഇത്രയെങ്കിലും നമുക്ക് വിശ്വാസവും സ്നേഹം നമ്മുടെ കർത്താവിനോടുണ്ടോ? ಇಷ್ಟಾದ್ರೂ ಒಂದು ಪ್ರೀತಿ ಮತ್ತು ವಿಶ್ವಾಸ ನಮ್ಮ ಕರ್ತನ ಜೊತೆ ನಮಗಿದೆಯೋ? വളരെ നഷ്ടപ്പെട്ടു പോയി. ನಾವು ಅದನ್ನು ആദ്യ ನಷ್ಟಪಡಿಸಿಕೊಂಡಿದ್ದೇವೆ. സ്നേഹം വളരെ പോയി. ಮೊದಲನೇ ಪ್ರೀತಿ ಅದು ಕಡಿಮೆ ಆಗುತ್ತಲೇ ಇದೆ. എന്താണ് ഈ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ಮೊದಲನೇ ಪ್ರೀತಿ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಅದರ ಅರ್ಥವೇನು? ഞാൻ പറയാം, ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള സ്നേഹമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം ഈ നാളുകളിൽ. ಮದುವೆಗೆ ವಿವಾಹಕ್ಕಿಂತ ಮುಂಚೆ ಇರುವಂತಹ ಒಂದು ಪ್ರೀತಿ ಅದು ಹೆಚ್ಚಿನ ಪ್ರೀತಿ ಎಂಬುದಾಗಿ ನಾವೆಲ್ಲರಿಗೂ ಗೊತ್ತುಂಟು. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ನಿಶ್ಚಿತಾರ್ಥವಾದ ನಂತರ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു, ಫೋನ್ ನಂಬರ್ ಆ ಕಡೆ ನಾವು ಹಂಚ್ಕೊಳ್ತೇವೆ, സംസാരിക്കുന്നു, ಮಾತಾಡ್ತೇವೆ, വീട്ടിലിരുന്ന് ഫോൺ ചെയ്യും, ಮನೆ ಕೂತ್ಕೊಂಡು ಮಾತಾಡ್ತೇವೆ. ഫോൺ വന്നു കഴിയുമ്പോൾ ಫೋನ್ ಬಂದಾಗ ഉടനെ വെളിയിൽ ഓടുക, ಫೋನ್ ಎತ್ಕೊಂಡು ಹೊರಗೆ ಹೋಗ್ಬಿಡ್ತೇವೆ. എന്തൊരു ഓട്ടമാണെന്നറിയോ? ಯಾವ ರೀತಿಯ ಓಡ್ತೇವೆ. എന്തൊരു സ്നേഹമാണ്, ಎಷ್ಟೊಂದು ಪ್ರೀತಿ, എന്തൊരു സ്നേഹം, ಎಷ್ಟೊಂದು ಪ್ರೀತಿ. ആ ഒരു സ്നേഹം വാസ്തവത്തിൽ അത് നല്ല സ്നേഹം അല്ലെങ്കിലും ആ ഒരു സ്നേഹം നമ്മുടെ കർത്താവിനോട് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ಅದು ಒಳ್ಳೆ ಒಂದು ಪ್ರೀತಿ ಅಲ್ಲದಿದ್ದಾಗಲೂ ಕೂಡ ಅದು ನಮ್ಮ ಕರ್ತನ ಜೊತೆಗೆ ಒಂದು ಆತರ ಒಂದು ಬಾಂಧವ್ಯ ಇದ್ದಲ್ಲಿ ಎಷ್ಟು ಚೆನ್ನಾಗಿರ್ತದೆ. നമ്മുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ ನಮ್ಮ ಅದರಲ್ಲಿರುವಂತಹ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಇದ್ದಾಗ അനേക മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ಅನೇಕ ವ್ಯತ್ಯಾಸಗಳನ್ನು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕಾಣಬಹುದು. നമ്മുടെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ, ನಾವು ಹಾಕುವಂತ ಬಟ್ಟೆಯ ಧಾರಣೆಯಲ್ಲಾಗಲಿ, സമയത്തിന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വരുന്നതിലായിക്കോട്ടെ, ಸರಿಯಾದಂತ ಸಮಯಕ್ಕೆ ಕರ್ತನ ಆಲಯಕ್ಕೆ ಬರುವಂತದ್ದಾಗಲಿ, സമ്പൂർണ്ണമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. ಕರ್ತನೊಟ್ಟಿಗೆ ಈ ರೀತಿಯಾದ ಒಂದು ಬಾಂಧವ್ಯವನ್ನ ನಾವು ಬೆಳೆಸಿದಲ್ಲಿ ಈ ಇವೆಲ್ಲವನ್ನ ನಾವು ಅನುಸರಿಸುತ್ತೇವೆ. അത് മാത്രമല്ല ಅನ್ಯೋನ್ಯ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ನಾನು ಪ್ರೀತಿ ಮಾಡಿದ ಹಾಗೆ ನೀವು ಅನ್ಯೋನ್ಯ ಪ್ರೀತಿ ಮಾಡಿರಿ ಎಂಬುದಾಗಿ ಕರ್ತನ ಹೇಳಿದಾಗ ಮತ್ತೊಂದು ಅರ್ಥವಿದೆ. നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണം, ನೀವು ಶತ್ರುವನ್ನ ಪ್ರೀತಿಸಬೇಕು. അപ്പൊ നമുക്ക് ശത്രു ഉണ്ട്. ಆವಾಗ ಅದರ ಅರ್ಥ ನಮಗೂ ಕೂಡ ಶತ್ರು ಇದ್ದಾರೆ. ശത്രു ഇല്ലെങ്കിൽ പിന്നെ ശത്രുവിനെ സ്നേഹിക്കാൻ എന്തിനാ പറയുന്നത്? ಶತ್ರುಗಳು ಇಲ್ಲದಲ್ಲಿ ಕರ್ತನ ಯಾಕೆ ಆ ಮಾತು ಹೇಳ್ತಾನೆ? ശത്രുവിനെ നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? ಶತ್ರುಗಳನ್ನ ಯಾಕೆ ಕರ್ತನ ನಮಗೆ ಕೊಟ್ಟಿದ್ದಾನೆ? ശത്രു ഉണ്ടോ ഇല്ലയോ? ಶತ್ರುಗಳಿದ್ದಾರೋ ಇಲ್ಲವೋ? നമുക്ക് ശത്രു ഉണ്ട്, ನಮಗೆ ಶತ್ರು ಇದ್ದಾನೆ. കർത്താവിന് അറിയാതെ, ಕರ್ತನಿಗೆ ಗೊತ್ತುಂಟು. നമുക്ക് ശത്രു ഇല്ലെന്ന് നമ്മൾ പറയാം. ആരും നമുക്ക് ശത്രുക്കൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്തില്ല. ನಾವು ಹೇಳಬಹುದು ಬಹುಶಃ ನಮಗೆ ಯಾರು ಶತ್ರುಗಳು ಬೇಡ ಎಂಬುದಾಗಿ, ಆದ್ರೆ ಅದು ನಡೆಯುವುದಿಲ್ಲ. ആ ശത്രുക്കളെ എന്തിനാ തന്നിരിക്കുന്നത് അറിയാം? ಆ ಶತ್ರುಗಳನ್ನ ಯಾಕೆ ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ? നമ്മുടെ ചൂളയിൽ കൂടി ഇടുക, ನಮ್ಮನ್ನ ಆ ಹಾದಿಯಾತ ನಯಿಸುತ್ತಾ ಇದ್ದಾನೆ, നമ്മളെ പരീക്ഷിക്കുക, ನಮ್ಮನ್ನ ಪರೀಕ್ಷಿಸುತ್ತಿದ್ದಾನೆ, ശോധന ചെയ്യുക, ನಮ್ಮನ್ನ ಶೋಧಿಸುತ್ತಿದ್ದಾನೆ, ഒഴുകുക, ನಮ್ಮನ್ನ ಆತನು ಆ ಬೆಂಕಿಯಲ್ಲಿ ಆತನು കായ്സുത്താ ഇದ್ದಾನೆ. ഒരു ശത്രുക്കളെ നാം സ്നേഹിക്കണം. സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്നേഹത്തിന് വർധനവ് ഉണ്ടാകൂ. ಆ ರೀತಿಯಾಗಿ ಶತ್ರುಗಳನ್ನ ಪ್ರೀತಿಸಿದ ಮಾತ್ರ ಈ ಪ್ರೀತಿ ಎಂಬಂತ ಪದಕ್ಕೆ ಅರ್ಥ ಉಂಟು. പ്രിയരെ, നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. ಪ್ರಿಯರೇ, ನಾವು ಅನ್ಯೋನ್ಯ ಪ್ರೀತಿ ಮಾಡೋಣ. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಈ ರೀತಿ ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചല്ലോ. ನಾನು ನಿಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡಿದ್ದೇನೆ. നിങ്ങൾ എന്തായിരുന്നു? ಅದೇನಾಗಿತ್ತು? നിങ്ങൾ എവിടെയായിരുന്നു? ನೀವೆಲ್ಲಿದ್ದೀರಿ? നിങ്ങൾ എങ്ങനെയായിരുന്നു? ನೀವು ಹೇಗಿದ್ದೀರಿ? ഞാൻ ഒന്നും നോക്കിയില്ല. ಅದನ್ನು ನಾನು ನೋಡುವುದಿಲ್ಲ. നീ ഏത് വസ്ത്രങ്ങൾ ധരിച്ചത് ഞാൻ നോക്കിയില്ല. ನೀವು ಯಾವ ರೀತಿಯಾಗಿ ವಸ್ತ್ರವನ್ನು ಅಲಂಕಾರಗೊಳ್ಳುತ್ತಿರೋ ಅಂತ ನಾನು ನೋಡುವುದಿಲ್ಲ. നിന്റെ കുടുംബ മഹിമയൊന്നും ഞാൻ നോക്കിയില്ല. ಕುಟುಂಬದ ಮಹಿಮೆಯನ್ನು ಕೂಡ ನಾನು ಧ್ಯಾನಿಸುವುದಿಲ್ಲ. നിങ്ങൾക്കറിയാമോ, ഞാൻ മുക്കോന്മാരെയാണ് തെരഞ്ഞെടുത്തത്. ನಿಮಗೆ ತಿಳಿದಿದೆಯೋ, ನಾನು ಬೆಸ್ತರನ್ನ ಆರಿಸಿಕೊಂಡಿದ್ದೇನೆ. രാജകുടുംബത്തിൽ നിന്ന് എനിക്ക് ആൾക്കാരെ എടുക്കാമായിരുന്നു. ರಾಜವಂಶಸ್ಥರನ್ನ ಕೂಡ ನನ್ನ ಆರಿಸಿಕೊಳ್ಳಬಹುದಾಗಿತ್ತು. വലിയ ധനാഢ്യരിൽ നിന്ന് എനിക്ക് എടുക്കാമായിരുന്നു. ಬಹಳಷ್ಟು ಧನಿಕರನ್ನ ಕೂಡ ಆರಿಸಿಕೊಳ್ಳಬಹುದಾಗಿತ್ತು. മീൻ പിടിക്കുന്ന മുക്കുവരെ, പഠിത്തമില്ലാത്ത മുക്കുവരെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ವಿದ್ಯಾಭ್ಯಾಸವಿಲ್ಲದೆ ಇರುವಂತಹ ಬೆಸ್ತರನ್ನು ನಾನು ಆರಿಸಿಕೊಂಡೇನು. നമ്മെ അവൻ തെരഞ്ഞെടുത്തു. ನಮ್ಮನ್ನ ಆತನು ಆರಿಸಿದ್ದಾನೆ. നമ്മെ അവൻ ಸ್ನೇഹിച്ചു. ನಮ್ಮನ್ನ ಆತನು ಪ್ರೀತಿಸಿದ್ದಾನೆ. ഇന്നും നമ്മെ അവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ಇಂದು ಕೂಡ ನಮ್ಮನ್ನ ಆತನು ಪ್ರೀತಿ ಮಾಡುತ್ತಾ അവന് ಇದ್ದಾನೆ. നമ്മോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. ಆತನಿಗೆ ನಮ್ಮ ಕುರಿತಾಗಿರುವಂತಹ ಪ್ರೀತಿ ಅದು ಇಂದು ಕೂಡ ಕಡಿಮೆ നമ്മൾ ಆಗಿಲ್ಲ. 2 ವರ್ಷ ಆರಾಧನೆಗೆ വന്നില്ലെങ്കിലും, ನಾವು 2 ವರ್ಷ ನಾವು ಆರಾಧನೆಗೆ ಬರದೇ ಇದ್ದಲ್ಲೂ ಕೂಡ ആ ദൈവത്തിന്റെ സ്നേഹത്തിന് കുറവ് വരികയില്ല. ಆ ಕರ್ತನಿಗೆ ನಮ್ಮ ಕುರಿತಾಗಿರುವಂತಹ ಪ್ರೀತಿಯಲ್ಲಿ ಯಾವುದೊಂದು ಕಡಿಮೆ ಆಗುವುದಿಲ್ಲ. നമ്മുടെ സ്നേഹം കുറയും. ಆದ್ರೆ ನಾವು ಮಾಡುವಂತ ಪ್ರೀತಿಗೆ ಕಡಿಮೆ ಆಗುತ್ತದೆ. നമ്മുടെ കർത്താവിനുള്ള സ്നേഹത്തിന് കുറവ് വരികയാണ്. ನಮಗೆ ಕರ್ತನ ಬಳಿ ಇರುವಂತಹ ಕರ್ತನಿಗೋಸ್ಕರ ಇರುವಂತಹ ಪ್ರೀತಿ ಅದು ಕಡಿಮೆ ಆಗುತ್ತದೆ. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശം, നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. ಪ್ರಾರ್ಥನೆ ಮೊದಲನೇ ಭಾಗ, ನಾವು ಪ್ರೀತಿ, ನಮ್ಮಲ್ಲಿರುವಂತಹ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಇರಬೇಕು. നമുക്ക് 100% ഇതുപോലെ നമുക്ക് ഒരു പക്ഷേ പറ്റിയില്ലെങ്കിലും, ಬಹುಶಃ ನಮ್ಮಲ್ಲಿ 100ಕ್ಕೆ 100ರಷ್ಟು ಈ ರೀತಿಯಾಗಿ ನಾವು ಪ್ರೀತಿ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ട്രൈ ചെയ്തു കൂടെ? ಆದ್ರೆ ನಾವು ಪ್ರಯಾಸ ಪಡಬಹುದಲ್ಲವೇ? നമ്മളെ കൊണ്ട് ചിലപ്പോ അത് പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യുവാൻ കഴിയില്ലായിരിക്കാം. ಸಂಪೂರ್ಣವಾದ ಆ ರೀತಿಯಾಗಿ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗದಿದ್ದಲ್ಲೂ ಕೂಡ നമുക്കൊന്ന് ಟ್ರೈ ചെയ്യാം. ನಾವು ಪ್ರಯಾಸ ಪಡಬಹುದು. നമ്മുടെ സ്നേഹം വർദ്ധിക്കാം. ನಮ್ಮ ಪ್ರೀತಿ ಅದು ಹೆಚ್ಚಿಸಬೇಕಾಗಿ നമ്മുടെ കർത്താവിനോട് നമുക്ക് സ്നേഹിക്കാം. ನಮ್ಮ ಕರ್ತನ ನಾವು ಪ್ರೀತಿ ಮಾಡೋಣ. നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ, ನಮ್ಮ ಸಹೋದರರನ್ನ, അവർ നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് അവരെ സ്നേഹിക്കാം. ಅವರು ನಮ್ಮನ್ನ ಪ್ರೀತಿಸದೆ ಇದ್ದಲ್ಲೂ ಕೂಡ ನಾವು ಅವರನ್ನು ಪ್ರೀತಿಸಬೇಕು. അതാണ് അഗപ്പേ സ്നേഹം. ಅದು ತಾನೇ ಅಗಾಪೆ ಪ್ರೀತಿ. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. ಏನನ್ನು ಅಪೇಕ್ಷಿಸದೆ ನಾವು ಪ್ರೀತಿ ಮಾಡುವಂತದ್ದು. നമ്മെ കുറ്റം പറയുന്നവരെ നമ്മൾ സ്നേഹിക്കുക. ನಮ್ಮನ್ನ
ಹೀಯಾಳಿಸುವಂತವರನ್ನ ನಾವು ಪ್ರೀತಿಸುವಂತದ್ದು. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം. ಅದು ತಾನೇ ದೇವರು ಆಗ್ರಹಿಸುವಂತ ಒಂದು ಪ್ರೀತಿ. രണ്ടാമത്തേത്, ಎರಡನೇದಾಗಿ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ಮತ್ತೊಂದು ಆವರ್ತಿ ಅದನ್ನು ಓದೋಣ. 1:10. ನಿಮ್ಮ ಪ್ರೀತಿ ಹೆಚ್ಚುತ್ತಾ ಹೆಚ್ಚುತ್ತಾ ಪೂರ್ಣ ಜ್ಞಾನ ಪ್ರೀತಿಗಳಿಂದ ಕೂಡಿ ಉತ್ತಮ ಕಾರ್ಯಗಳು ಯಾವುದೆಂದು ನೀವು ವಿವೇಚಿಸುವವರಾಗಬೇಕೆಂದರು. മതി, ಸಾಕು. ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ಇದು ಪೂರ್ಣ ಜ್ಞಾನ ವಿವೇಕಗಳಿಂದ ಕೂಡಿ ಉತ್ತಮ ಕಾರ್ಯಗಳು ಯಾವುದೆಂದು ನೀವು ವಿವೇಚಿಸುವವರಾಗಿರಬೇಕೆಂದು. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ಒಬ್ಬ ವಿಶ್ವಾಸಿಯ ಜೀವಿತದಲ್ಲಿ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും ಬಹಳ ಪ್ರಾಮುಖ್ಯವಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ಸಂಗತಿ, നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിരിക്കുക പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ನಾವು ಅನುಸರಿಸಬೇಕಾದಂತ ಒಂದು ಪ್ರಾಯೋಗಿಕವಾದಂತ ಒಂದು ಸಂಗತಿ, ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുക. ಏನದು? ಉತ್ತಮ ಕಾರ್ಯಗಳು ಯಾವುವೆಂದು ನೀವು ವಿವೇಚಿಸಬೇಕು. ഉത്തമമായതും ഉത്തമമല്ലാത്തതും എന്ത് എന്ന് ഉള്ളത് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. ಉತ್ತಮವಾಗಿರುವಂತದ್ದೇನು ಎಂಬುದಾಗಿಯೂ ಅದು ಬೇಡ ಎಂಬುದಾಗಿ ಯಾವುದನ್ನು ತಿರಸ್ಕರಿಸಬೇಕೆಂಬುದು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡಿರಬೇಕು. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ, ಪ್ರತ್ಯೇಕವಾಗಿ ಈಗಿರುವಂತ ಯವನಸ್ಥರ ಅಥವಾ ಯವನಸ್ಥರಾಗಿರುವಂತ ಈ ಒಂದು ಮಕ್ಕಳು, നമ്മുടെ ഇവിടെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ಇಲ್ಲಿ ತಂದೆ ತಾಯಿಗಳಿದ್ದೀರಿ. നമ്മുടെ മക്കളെ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. ನಮ್ಮ ಮಕ್ಕಳನ್ನ ಯಾವಾಗಲೂ ನಾವು ನಮ್ಮ ಮನೇಲಿ ಇಟ್ಕೊಳ್ಳಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ബാംഗ്ലൂരിലും എറണാകുളത്തും അങ്ങനെയുള്ള ചെന്നൈയിലും ഒക്കെ നമ്മൾ വിട്ടേ മതിയാകുള്ളൂ അവരുടെ ഉപരിപഠനത്തിനായിട്ട്. ಅವರ ಉತ್ತಮ ಅಥವಾ ಉನ್ನತ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕೋಸ್ಕರ ಬೇರೆ ಬೇರೆ ಸ್ಥಳಗಳಿಗೆ ಅವರನ್ನು ಕಳಿಸಬೇಕಾಗ್ತದೆ. ഈ ലോകം നമുക്ക് യോജിച്ചതല്ല. ಈ ಲೋಕವು ನಮಗೆ ಅನುಕೂಲವಾಗಿರುವಂತ ಲೋಕವೇ ಅಲ್ಲ. കർത്താവ് പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണക്ക് പരമായിരിക്കുന്നു, നിങ്ങളോട് ഈ ലോകം എപ്രകാരം ചെയ്യും? ಹಸಿ ಮರದೊಡನೆ ಈ ರೀತಿಯಾಗಿ ಅವರು ವ್ಯವಹಾರ ಮಾಡಿದ್ದಲ್ಲಿ ಒಣಗಿದ ಮರಕ್ಕೆ ಏನು ಮಾಡುತ್ತಾರೆ ಎಂಬುದಕ್ಕೆ ಕರ್ತನು ಪ್ರಶ್ನೆ എന്നെ ಮಾಡುತ್ತಾನೆ. കാൽവരി ക്രൂശിൽ കയറ്റിയ ഒരു ലോകത്തിലാണ് എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. ನನ್ನನ್ನ ಕ್ರೂಜಗೆ ಏರಿಸಿದಂತ ಒಂದು ಲೋಕದಲ್ಲಿ ನನ್ನ ಮಕ್ಕಳಿದ್ದಾರೆ. നമുക്ക് പ്രാർത്ഥിക്കണം. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ആർക്ക് വേണ്ടി? ಯಾರಿಗೋಸ್ಕರ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ನನ್ನ ಮಕ್ಕಳಿಗೂ ನಮ್ಮ ಮಕ್ಕಳಿಗೋಸ್ಕರ. അവർ എവിടെ പോകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ಅವ್ರು ಎಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ನಮಗೆ അവർ ಗೊತ್ತಿಲ್ಲ. പോകുന്നു ಅವ್ರು ಹೋಗ್ತಾ ಇದ್ದಾರೆ. അവർ പോകുന്ന സ്ഥലം എപ്രകാരമുള്ള സ്ഥലമാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ಅವ್ರು ಹೋಗುವಂತ ಸ್ಥಳ ಯಾವ ರೀತಿ ಎಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. ഫോൺ വരുമ്പോ മമ്മി ഡാഡി ഞാൻ നല്ലതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ಅವರು ಫೋನ್ ಮಾಡಿ ಮಾತನಾಡುವಾಗ ನಾನು ಚೆನ್ನಾಗಿದ್ದೇನೆ ಎಂಬುದಾಗಿ ಅವರು ಹೇಳುತ್ತಾರೆ. ഒരു മിനിറ്റ് വരെ അവർക്ക് വീണു പോകുവാൻ. ಒಂದೇ ನಿಮಿಷ ಸಾಕು ಅವರು ಬಿದ್ದು ಹೋಗಲಿಕ್ಕೆ. ഈ ലോകം അങ്ങനെയുള്ള ലോകമാണ്. ಈ ಲೋಕವು ಆ ರೀತಿಯಾಗಿರುವಂತ ಒಂದು ಲೋಕವೇ. മീഡിയ അങ്ങനെയുള്ള മീഡിയയിലാണ് നാം ആയിരിക്കുന്നത്. ಈಗಿರುವಂತ ಮಾಧ್ಯಮಗಳು ಕೂಡ ಆ ರೀತಿಯಾಗಿವೆ. പ്രിയರೇ, ഉത്തമമായതെന്ത് ഉത്തമമായത് അല്ലാത്തതെന്ത് എന്ന് വിവേചിപ്പാൻ ഉള്ള ഒരു കഴിവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ಉತ್ತಮವಾಗಿರುವಂತದ್ದೇನು ನೀಚವಾಗಿರುವಂತದ್ದೇನು ಎಂಬುದಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಂತ ಒಂದು ಜ್ಞಾನ ದೇವರು ನಮಗೆ ಕೊಡಬೇಕಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നമ്മുടെ കുഞ്ഞുങ്ങൾ, ನಮ್ಮ ಮಕ್ಕಳು അവർ എവിടെയായിരുന്നാലും ಅವರೆಲ್ಲಿದ್ದರೂ ಕೂಡ അവരെ ഓർത്ത് ಅವರಿಗೋಸ್ಕರ നാം കണ്ണുനീർ ഒഴുക്കേണ്ടത് ആവശ്യം. ನಾವು ಕಣ್ಣೀರಿನಿಂದ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. വീണു പോയി കഴിഞ്ഞ ശേഷം അവരെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. ಅವರು ಬಿದ್ದು ಹೋದ ನಂತರ ಅವರನ್ನ ಮರು ಒಳ್ಳೆ ದಾರಿಗೆ ಕರೆತರಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. നമ്മളെല്ലാവരും അവരുടെ പൈസ നമ്മൾ നോക്കുന്നുണ്ട്. ನಾವೆಲ್ಲರೂ ಮಕ್ಕಳ ಹಣವನ್ನು ನಾವು ಅಪೇಕ್ಷಿಸುತ್ತೇವೆ. എന്റെ മോന് ജോലി കിട്ടി, ನನ್ನ ಮಗನಿಗೆ ಸಂಬಳವಿದೆ, ഇനി എനിക്ക് യാതൊരു കുഴപ്പമില്ല, ಅವನಿಗೆ ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲ, അവന് നല്ലൊരു വിവാഹം നടന്നു, ಅವನಿಗೆ ವಿವಾಹವಾಗಿದೆ, ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ಎಲ್ಲ ನಾವು ನೋಡ್ತೇವೆ. നല്ലത് തന്നെ, ಒಳ್ಳೆಯದೇ. പക്ഷേ അവരുടെ ആത്മീയ സ്ഥിതി എപ്രകാരമാണ്? ಆದ್ರೆ ಅವರ ಆತ್ಮೀಯ ಅವಸ್ಥೆ ಏನು ಎಂಬುದಾಗಿ ನಾವು ತಿಳಿದಿರಬೇಕು. ഉത്തമമല്ലാത്ത എന്ത് എന്ന് ഉള്ള വിവേചിപ്പാനുള്ള കഴിവിനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ಉತ್ತಮವಾಗಿರುವಂತದ್ದೇನು ಅಲ್ಲದೆ ಇರುವಂತದ್ದೇನು ಎಂಬುದಾಗಿ ವಿವೇಚಿಸುವಂತ ಜ್ಞಾನಗೋಸ್ಕರ ಮಕ್ಕಳಿಗೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ಅದು ಬಹಳ ಅತ್ಯವಶ್ಯಕವಾಗಿರುವಂತ ಸಂಗತಿ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಫಿಲಿಪ್ಪಿಯದಲ್ಲಿರುವಂತ ವಿಶ್ವಾಸಿಗಳಿಗೋಸ್ಕರ ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದಾನೆ. മൂന്നാമത്തെ കാര്യം, ಮೂರನೇದಾಗಿ, ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ ಬೇಗ അവസാനിപ്പിക്കുകയാണ്. ನನ್ನ ಮಾತುಗಳನ್ನು ಮುಗಿಸುತ್ತೇನೆ. അതിന്റെ 11ാം വാക്യം, 11ನೇ ವಾಕ್ಯ. ನೀವು ಸರಳರಾಗಿಯೂ ನಿರ್ಮಲರಾಗಿಯೂ ಯೇಸು ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿರುವ ಸುನೀತಿ ಎಂಬ ಫಲದಿಂದ ತುಂಬಿದವರಾಗಿಯೂ ಕಾಣಿಸಿಕೊಂಡು ದೇವರಿಗೆ ಘನತೆಯನ್ನು ಸ್ತೋತ್ರವನ್ನು ತರಬೇಕೆಂತಲೂ ಬೇಡಿಕೊಳ್ಳುತ್ತೇನೆ. ഒന്നാമത്തേത് സ്നേഹം വർദ്ധിക്കണം. ಮೊದಲನೇದಾಗಿ ಪ್ರೀತಿ ಹೆಚ್ಚಬೇಕು. അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. ಅದರ ವಿಷಯವಾಗಿ ನಾವು ಧ್ಯಾನ ಮಾಡುತ್ತಾ ಬಂದೆವು. നമ്മുടെ ആത്മീയ വിശ്വാസ ഗോളത്തിൽ നാം ആയിരിക്കുമ്പോൾ പല കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ನಮ್ಮ ಆತ್ಮಿಕ ಈ ಒಂದು ಗೋಳದಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳನ್ನು ನಾವು ಬದಲಿಸಬೇಕಾಗಿದೆ. ആ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ, ಆ ಕರ್ತನ ವಿಚಾರದಲ್ಲಿ ಕರ್ತನಲ್ಲಿ ನಾವು ನೆಲೆಗೊಂಡಿದ್ದೇವೆ. ഒരിക്കലും
ഒരിക്കലും 10 മണി എന്നുള്ളത് 10:30 ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഒരു ദൈവവേദന വരുവാൻ കഴിയയില്ല. 10 ಗಂಟೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದಲ್ಲಿ 10ವರೆಗೆ ಬರ್ಲಿಕ್ಕೆ ಪ್ರೀತಿ ಮಾಡುವಂತ ಒಬ್ಬ ವಿಶ್ವಾಸಿಗೆ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ഈ ദൈവവചനം തേനിലും തേൻകട്ടയിലുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ಈ ದೇವರ ವಾಕ್ಯವು ಜೇನಿನ ಹಾಗೆ ಜೇನು ತುಪ್ಪ ಹಾಗೆ ರುಚಿಕರವಾಗಿದ್ದಲ್ಲಿ, ആരുടെ ഇവിടെ തേൻ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? ಈ ಜೇನುತುಪ್ಪವನ್ನ ಪುಕ್ಕಟಾಗಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಯಾರು ಅದನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದಿಲ್ಲ. എല്ലാവർക്കും വേണം, ಎಲ್ಲರಿಗೂ ಬೇಕಾಗಿದೆ. എന്നാൽ ഈ ദൈവവചനം, ಇದೇ ತಾನೇ ದೇವರ ഇത് ವಾಕ್ಯ. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയിരിക്കുന്ന ദൈവവചനമാണെന്ന് നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ಇದು ಜೇನುತುಪ್ಪಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಮಧುರವಾಗಿರುವಂತಹ ಒಂದು ಸಂಗತಿ ಎಂಬುದಾಗಿ ನಾವು ತಿಳಿದಿದ್ದಲ್ಲಿ, ഈ വചനത്തിൽ വചനം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ಈ ವಾಕ್ಯವನ್ನ ಧ್ಯಾನ ಮಾಡುವುದು ಬಹಳ ഈ ಅವಶ್ಯವುಳ್ಳದ್ದು. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ಈ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಶಕ್ತಿ ಇದೆ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിയുന്ന പുസ്തകമാണ് ഈ ആൾക്കാർ വിളിക്കുന്ന പഴഞ്ചൻ പുസ്തകം. ഈ പുസ്തകം ನರಭೋಜಕರನ್ನ ನರರನ್ನ ಪ್ರೀತಿಸುವಂತ ವ್ಯಕ್ತಿಗಳಾಗಿ ಮಾರ್ಪಡಿಸುವಂತ ಶಕ್ತಿ ದೇವರ ವಾಕ್ಯಕ್ಕಿದೆ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ಹಾಗಿದ್ದಲ್ಲಿ ಪ್ರಿಯರೇ, നമ്മുടെ ಸ್ನೇಹം വർദ്ധിക്കണം, ನಮ್ಮ ಪ್ರೀತಿ ಹೆಚ್ಚಬೇಕಾಗಿದೆ. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. ಉತ್ತಮವಾದಂತದ್ದು ನೀಚವಾಗಿರುವಂತದ್ದು ಏನೆಂಬುದಾಗಿ ವ್ಯತ್ಯಾಸ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಂತರಾಗಿರಬೇಕು. കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ಈ ಎರಡು ಸಂಗತಿಗಳು ಉತ್ತಮವೇ. പ്രത്യേകിച്ച് ഈ യുവതലമുറ, ಪ್ರತ್ಯೇಕವಾಗಿ ಯವನಸ್ಥರು, നമ്മുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത്, ನಮ್ಮ ಮಕ್ಕಳು ವಾಸಿಸುವಂತ ಸ್ಥಳಗಳಲ್ಲಿ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. ನಮ್ಮ ಮಕ್ಕಳಿಗೋಸ್ಕರ ಕಣ್ಣೀರಿನಿಂದ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. നമുക്ക് അവർ നല്ലവരാണ്, ಅವರು ಒಳ್ಳೆಯವರೇ, അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ನಮ್ಮ ಮಕ್ಕಳೇ. അവർ ജോലി ചെയ്യുന്നു, ശമ്പളം നമുക്ക് തരുന്നുണ്ട്. ಅವರು ಕೆಲಸ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ, ಸಂಬಳವನ್ನು ಕೂಡ ಹಣವನ್ನು ಕೂಡ ಕೊಡುತ್ತಾರೆ. എന്നാൽ അവരുടെ ആത്മീയ സ്ഥിതിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ಆದರೆ ಅವರ ಆತ್ಮಿಕ ಸ್ಥಿತಿಯನ್ನ ಆಲೋಚಿಸಿದ್ದೇವೆ. അവർ ഏത് സഭയിലാണ് കൂടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ಯಾವ ಸಭೆಗೆ ಹೋಗುತ್ತಾರೆ ಎಂಬುದಾಗಿ ನೀವು ತಿಳಿದಿದ್ದೇವೆ. അവിടെ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച മോനെ ഏത് മെസ്സേജ് ആരാരും മെസ്സേജ് കൊടുത്തെന്ന് ചോദിക്കുന്നുണ്ടോ? ಕಳೆದ ವಾರ ಯಾರು ದೇವರ ಸಂದೇಶವನ್ನ ಹೇಳಿದ್ದರು, ಏನು ಸಂದೇಶ ಕೊಟ್ಟರು ಎಂಬುದಾಗಿ ನೀವು ಕೇಳಿದ್ದೀರಾ? ഏത് മെസ്സേജാണ് കൊടുത്തെന്ന് ചോദിച്ചിട്ടുണ്ടോ? ಯಾವ ಸಂದೇಶವನ್ನ ಕೇಳಿದ್ದೀರಿ ಎಂಬುದಾಗಿ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ಅದೇನು ನಮಗೆ ಅವಶ್ಯವಿಲ್ಲ. നമ്മുടെ മോൻ ജോലി ചെയ്യണം, ನನ್ನ ಮಗ ಕೆಲಸ ಮಾಡಬೇಕು, ശമ്പളം കിട്ടണം, ಆತನು ಸಂಬಳ ಪಡೆಯಬೇಕು, എന്നിട്ട് എന്റെ വയറ് നിറയണം, ನನ್ನ ಹೊಟ್ಟೆ ತುಂಬಬೇಕು. ഇത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം. ಇದು ಮಾತ್ರವೇ ನಮ್ಮ ಆಗ್ರಹವು. പോരാ, ಅದು ಸಾಲದು. ദൈവവചനം പറയുന്നു, ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും ನಮ್ಮ ಮಕ್ಕಳು ಎಲ್ಲಿದ್ದರೂ ಕೂಡ നമ്മുടെ തല കുനിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ನಮ್ಮ ಅವರ ನಿಮಿತ್ತವಾಗಿ ನಮ್ಮ ತಲೆಯನ್ನ ಬಗ್ಗಿಸುವಂತ ಒಂದು ವಿಷಯಕ್ಕೆ അതിന് നമുക്ക് ನಾವು കരയേണ്ടത് ആവശ്യമാണ്. ನಾವು ಅವರಿಗೋಸ್ಕರ ಅಳಬೇಕು. നമ്മൾ കണ്ണുനീരൊഴുക്കി കരയണം. ನಾವು ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥಿಸಬೇಕು. മൂന്നാമത് ഈ ഭാഗത്ത് നാം കാണുന്നത്, ಅನೇಕ ಜನರ ಮಧ್ಯೆ ನಾವು ಕಾಣುವಂತದ್ದು, മൂന്നാമത്തെ നാം കാണുന്നത്, ಮೂರನೇದಾಗಿ ನಾವು ಕಾಣುವಂತದ್ದು, നിങ്ങൾ ഫലം നിറഞ്ഞവരായി തീരണം. ನೀವು ಫಲದಿಂದ ತುಂಬಿರಬೇಕು. നിങ്ങൾ ഫലം നിറഞ്ഞവരായി തീരണം. ಫಲದಿಂದ ഈ ತುಂಬಿರಬೇಕಾಗಿ. ഫലമില്ലാത്ത ജീവിതം ദൈവം ആഗ്രഹിക്കുന്നില്ല. ಫಲವಿಲ್ಲದ ಒಂದು ಜೀವಿತವು ದೇವರು ಅಪೇಕ್ಷಿಸುವುದಿಲ್ಲ. ഫലമില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ನಾವೇನು ಮಾಡಬೇಕು? 2-3 ವರ್ಷം നമ്മൾ വെയിറ്റ് ചെയ്ത മരം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയും. ನಾವು ಮರಕ್ಕಾಗಿ ನಾವೇನ್ ಮಾಡ್ತೇವೆ? 2 ವರ್ಷ 3 ವರ್ಷ ನಾವು ಕಾಯ್ತೇವೆ, ಅದು ಫಲ ಕೊಡದಿದ್ದಲ್ಲಿ ನಾವು ಅದನ್ನ നാം ಕಡದಾಕ್ತೇವೆ. ആ മരത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കും. ನಾವು ಆ ಮರವನ್ನ ಜ್ಞಾಪಕ ಮಾಡಿಕೊಂಡು ഞാൻ എത്രയോ വർഷം ഞാൻ വളമിട്ടതാണ്, ಎಷ್ಟೋ ವರ್ಷ ನಾನು ಅದಕ್ಕೆ ಗೊಬ್ಬರ ಹಾಕಿದ್ದೇನೆ, എത്രയോ വർഷം ഞാൻ അതിനുവേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചതാണ്. ಎಷ್ಟೋ ವರ್ಷ ಅದಕ್ಕೋಸ್ಕರ ಶ್ರಮ ಪಟ್ಟಿದ್ದೇನೆ, ഫലമില്ല. ಆದ್ರೆ ಫಲವಿಲ್ಲ. ഒരു പക്ഷേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലമുണ്ടോ? ಪ್ರಿಯರೇ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಫಲವಿದೆಯೋ? നമ്മുടെ ജീവിതത്തിൽ ഫലം നിറഞ്ഞവരായി തീരണം. ನಮ್ಮ ಜೀವಿತದಲ್ಲೂ ಕೂಡ ಫಲ ತುಂಬಿದವರಾಗಿ ഒരു പക്ഷേ ഫലം നിറഞ്ഞവരായി തീരുമ്പോൾ ಒಂದು ಪಕ್ಷ ಆ ರೀತಿಯಾಗಿ ಫಲವನ್ನು ತುಂಬಿದವರಾಗಿದ್ದಲ್ಲಿ എന്താണ് സംഭവിക്കുന്നത്? ಏನಾಗ್ತದೆ? തെങ്ങിൻ കുല കണ്ടിട്ടുണ്ടല്ലോ? ಆ ತೆಂಗಿನ ಆ ಮರವನ್ನ ನೀವು ನೋಡಿದಿರಲ್ಲವೋ? മരമല്ല, ಆ ಮನೆ ನೋಡಿದಿವರಲ್ಲ? കൊല, തെങ്ങിന്റെ കൊല. ಆ ಕಾಯಿಯ ಆ ಒಂದು ಗೊಂಚಿನನ್ನು ನೀವು ನೋಡಿದಿರಲ್ಲವೋ? ആദ്യ സമയത്ത് എങ്ങനെ ഇരിക്കുന്നത്? ಮೊದಲಾಗಿ ಅದು ಹೇಗಿರ್ತದೆ? ഇങ്ങനെ ഇരിക്കും. ಅದು ನೆಟ್ಟಗಿರ್ತದೆ. വലിയ തേങ്ങായി കഴിയുമ്പോ എങ്ങനെ ഇരിക്കും? ಅದು ದೊಡ್ಡದಾಗಿ ಕಾಯಿ ಬೆಳೆದು ನಿಂತಾಗ ಏನಾಗ್ತದೆ? ഇങ്ങനെ ഇരിക്കും. ಆ ಬಾಗ್ತದೆ. ഫലം നിറഞ്ഞവരായി തീരുമ്പോൾ, ಆ ಫಲ ತುಂಬಿ ನಿಂತಾಗ, ഫലം നിറഞ്ഞവരായി തീരുമ്പോൾ ಫಲ ತುಂಬಿದವರಾಗಿ ನಿಂತಾಗ താഴ്മയുണ്ടാകും. ಅದು ನಮ್ಮಲ್ಲಿ തന്നെത്താനെ കുനിയും, ಉಂಟು ಮಾಡುತ್ತದೆ. അഹങ്കാരം മാറും, ಆ ಅಹಂಕಾರವು അഹന്ത മാറും, അഹങ്കാരം മാറും, ಆ ಅಹಂಕಾರವು ಕಡಿಮೆ ಆಗ್ತದೆ, നിങ്ങളും മാറും. ನೀವು ಕೂಡ ಬದಲಾಗಿ ഞാൻ എന്നുള്ള ശബ്ദം കുറയും, ನಾನು ಎಂಬಂತಹ ಮಾತು ಕಡಿಮೆ ಆಗಬೇಕು, നീ എന്നുള്ള ശബ്ദം വരും. ನೀನೆಂಬುದಾಗಿ ಬರಬೇಕು. ഫലം നിറഞ്ഞവരായി തീരും. ಫಲ ತುಂಬಿದವರಾಗಿರ್ಬೇಕು. ഒരുപക്ഷെ ഫലം നിറഞ്ഞവരായി തീരുമ്പോൾ ನಾವು ಈ ರೀತಿಯಾಗಿ ಫಲ ತುಂಬಿದವರಾಗಿದ್ದಾಗ ലോകം നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. ಲೋಕವು ನಮ್ಮನ್ನ ಏಳಿಸುತ್ತದೆ, ನಿಂದಿಸುತ್ತದೆ. പരിഹസിക്കട്ടെ പ്രിയരെ, ಅದು ನಮ್ಮನ್ನು ಏಳಿಸಲಿ ಪ್ರಿಯರೇ, നിന്ദിക്കട്ടെ. ಅದು ನಮ್ಮನ್ನ ನಿಂದಿಸಲಿ. നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഫലം നിറഞ്ഞവരായി ಆದ್ರೆ ನಮ್ಮ ಕರ್ತನಿಗೋಸ್ಕರ ನಾವು ಫಲ ತುಂಬಿದವರಾಗಿರ್ಬೇಕು. മീൻ വിൽക്കാൻ റോഡിൽ കൂടെ നടക്കത്തില്ല, മീൻ വെച്ചോണ്ട്. ಈ ಮೀನು ಮಾರಾಟಗಾರರು ರಸ್ತೆ ಪೂರ್ತಿ ಅಲ್ಲೆಲ್ಲ ಓಡಾಡುವುದನ್ನು ನಾವು ಕಾಣುತ್ತೇವೆ. അവൻ എന്താ വിളിക്കുന്നേ? ಅವರೇನ್ ಕರೀತಾರೆ?
മച്ചോ അവിടെയൊക്കെ മച്ചോ മച്ചോ ಮೀನು ಎಂಬುದಾಗಿ ಕೂಕೊಳ್ತಾ ಹೋಗ್ತಾರೆ. അവന്റെ പേര് അതാണോ? ಅವರ ಹೆಸರದ അവന്റെ അപ്പൻ അതാണോ കൊടുത്തിരിക്കുന്ന പേര്? ತಂದೆಯವರಿಗೆ ಆತನಿಗೆ ಇಟ್ಟಂತ ಹೆಸರದಾಗಿಲ್ಲ. എന്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറയുമോ? ಅಥವಾ ನನ್ನ ಹೆಸರು ಕರಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. അവർ ಓಡಿ വരും. ಅವರು ಓಡಿ ಬರ್ತಾರೆ. ಸಂತೋಷത്തോടെ വരുമോ ಇಲ್ಲയോ? ಅವರು ಸಂತೋಷವಾಗಿ ಓಡಿ ಬರ್ತಾರೋ ಇಲ್ಲವೋ? അവന്റെ ജോലി അതാ. ನಾನು ಆತರ ಕೆಲಸವಾಗಿದೆ. നീ എന്നെ എന്ത് വിളിച്ചോ? ನೀ ನನ್ನನ್ನು ಏನಾದ್ರೂ ಕರೆದುಕೋ, ഞാൻ വരും, ನಾನು ಬರ್ತೇನೆ. അതാണ് ഫലം നിറഞ്ഞവരായി തീരുക എന്നുള്ളത്. ಫಲ ತುಂಬಿದವರಾಗಿ ಅವರಲ್ಲಿ ಕಾಣಿಸಿಕೊಳ್ಳುವಂತ ഫലം നിറഞ്ഞവരായി തീരുമ്പോൾ, ಫಲ ತುಂಬಿದವರಾಗಿದ್ದಾಗ നമുക്ക് നിന്ദയും പരിഹാസം ഉണ്ടാകും. ನಮ್ಮನ್ನ ಹೀಯಾಳಿಸುವಂತರು ಇರ್ತಾರೆ, ನಿಂದಿಸುವಂತರು ಇರ್ತಾರೆ. മാവേൽ മാങ്ങ ഉള്ളപ്പോഴേ എറിയത്തുള്ളൂ. ಒಂದು ಮಾವಿನ ಮರದಲ್ಲಿ ಮಾವು ಹಣ್ಣು ಬಿಟ್ಟಾಗಲೇ ಅದಕ್ಕೆ ಕಲ್ಲಿನ ಏಟು ಸಿಗುತ್ತದೆ. ഫലം ഉണ്ടാകുമ്പോൾ മാത്രമേ ആൾക്കാർ എറിയത്തുള്ളൂ. ಆ ಫಲವಿದ್ದಾಗ ಮಾತ್ರ ಕಲ್ಲಿನ ಏಟು ಸಿಗುತ್ತದೆ. അല്ലെങ്കിൽ ആരെങ്കിലും എറിയുമോ? ಇಲ್ಲವಾದಲ್ಲಿ ಯಾರು നമ്മൾ ഫലമില്ലാത്തവരാണെങ്കിൽ ആരും അറിയത്തില്ല. ಫಲವಿಲ್ಲದೆ ಇರುವಂತಹ ವ್ಯಕ್ತಿಗಳು ನಾವು ಆಗಿದ್ದಲ್ಲಿ ನಮ್ಮನ್ನ ಯಾರು ಗುರುತಿಸುವುದಿಲ್ಲ. ആൾക്കാർ നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ, ಆ ಜನರು ನಮ್ಮನ್ನ ನಿಂದಿಸುವಂತದ್ದು, ಪರಿಹಾಸ ಮಾಡುವಂತದ್ದಿದ್ದಾಗ നിന്ദിച്ചോട്ടെ, ಅವ್ರು ಮಾಡ್ಲಿ, എന്റെ കർത്താവിന് വേണ്ടി, ನನ್ನ ಕರ್ತನಿಗೋಸ್ಕರ. അപ്പോൾ 3 കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത്. ಈ 3 ಸಂಗತಿಗಳನ್ನು ನಾವು ಧ್ಯಾನ ಮಾಡುವಾಗ സ്നേഹം വർദ്ധിക്കണം, ಪ್ರೀತಿ ಹೆಚ್ಚಬೇಕು. സ്നേഹം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ಪ್ರೀತಿ ಹೆಚ್ಚುವಂತದ್ದು ಅವಶ್ಯವೇ. രണ്ടാമത് ഉത്തമമായതും ഉത്തമമല്ലാത്തതും നമ്മൾ വിവേചിക്കണം. ಎರಡನೇದಾಗಿ ಉತ್ತಮವಾಗಿರುವಂತದ್ದು, ನೀಚವಾಗಿರುವಂತದ್ದು ಏನೆಂಬುದಾಗಿ ನಾವು പ്രത്യേകിച്ച് ഇവിടെ മാതാപിതാക്കളായിട്ട് ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ಇಲ್ಲಿ ಕುಳಿತಿರುವಂತ ತಂದೆ ತಾಯಿಗಳಿಗೆ ನಾನು ಹೇಳಲಿಕ್ಕೆ നമ്മുടെ ಇಷ್ಟಪಡ್ತೇನೆ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ಮಕ್ಕಳಿಗೋಸ್ಕರ ನಾವು ಕಣ್ಣೀರಿಂದ ಪ್ರಾರ್ಥಿಸಬೇಕು. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും അഴുക്കുള്ളവരല്ല, നല്ലവർ തന്നെയാണ്. ನಮ್ಮ ಮಕ್ಕಳು ಒಳ್ಳೆಯವರೇ. പക്ഷെ അവിടെ സാഹചര്യം അവരെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ಆದರೆ ಅನುಕೂಲತೆಗಳು ಅವರನ್ನ ವ್ಯತ್ಯಾಸಪಡಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ. അതിനുവേണ്ടി എന്ത് വേണം? ಅದಕ್ಕೆ ನಾವೇನ್ ಮಾಡಬೇಕು? മുടിനായ പുത്രന്റെ പിതാവ് വാതിൽക്കൽ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്റെ മോനിപ്പോ വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ಆ പ്രാർത്ഥിക്കാം. ದಾರಿ ತಪ್ಪಿ ಓಡಿ ಹೋದಂತ ಮಗನ ಕುರಿತಾಗಿ ಆ ತಂದೆ ಪ್ರಾರ್ಥಿಸಿದ ಪ್ರಾರ್ಥನೆ ರೀತಿಯಲ್ಲಿ ನಾವು ಕೂಡ ಪ್ರಾರ್ಥಿಸಬೇಕು. മൂന്നാമതായിട്ട് ഫലം നിറഞ്ഞവരായി തീരുക. ಮೂರನೇದಾಗಿ ಫಲ ತುಂಬಿರುವಂತವರಾಗಿರಬೇಕು. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫലം നിറയുക. ದೇವರು ನಮ್ಮ ಕುರಿತಾಗಿ ಆಗ್ರಹಿಸುವಂತದ್ದು ನಾವು ಫಲ ಉಳ್ಳಂತವರಾಗಿರಬೇಕು. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ನಮ್ಮ ಕ್ರಿಸ್ತಿಯ ಜೀವಿತದಲ್ಲಿ നമുക്ക് ഈ 3 കാര്യങ്ങൾ നാം മനസ്സിലായിക്കൊണ്ട് ಈ 3 ಸಂಗತಿಗಳನ್ನ ಅರ್ಥ ಮಾಡಿಕೊಂಡು നമുക്ക് അന്യോന്യം നമുക്ക് പ്രാർത്ഥിക്കാം. ನಾವು ಅನ್ಯೋನ್ಯ ಪರಸ್ಪರ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ನಮ್ಮ ಸಹೋದರ ಸಹೋದರಿಗೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കണം. ಎಲ್ಲಾ ವಿಷಯಗಳಿಗೂ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. ആത്മീയ സ്ഥിതിയെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ಆದರೆ ನಮ್ಮ ಆತ್ಮೀಯ ಒಂದು ಸ್ಥಿತಿಯನ್ನ ಆಲೋಚಿಸಿ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ಮತ್ತೊಂದು ಮಾತು ಹೇಳಲಿಕ್ಕೆ നമ്മൾ ഈ ಇಷ್ಟಪಡ್ತೀನಿ. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ನಾವೆಲ್ಲ ಪ್ರಾರ್ಥಿಸುತ್ತೇವಲ್ಲವಾ, അത് താൽക്കാലികമാണ്. ಅದು ತಾತ್ಕಾಲಿಕವು. ഇതെല്ലാം നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ಈ ശರೀರಕ್ಕೋಸ್ಕರ ತಾನೇ ನಾವೆಲ್ಲರೂ ഇത് നാളെ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. മണ്ണായി തീരുന്ന ആ മണ്ണിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ಅಂದ್ರೆ ಮಣ್ಣಾಗಿ ತೀರಿ ಹೋಗುವ ಈ ಶರೀರಕ್ಕೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥಿಸುವುದು. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത് നമ്മുടെ ആത്മാവിന്റെ കാര്യം. ಆದ್ರೆ ಅಪೊಸ್ತಲ ಪೌಲನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತದ್ದು ಆತ್ಮೀಯ ഇത് ವಿಚಾರಗಳಿಗಾಗಿ. നശിക്കുന്നില്ല. ಈ ಆತ್ಮನು ನಶಿಸು ಹೋಗುವುದಿಲ್ಲ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ಹಾಗಾಗಿ ಅಪೊಸ್ತಲನ ಪೌಲನು ಆತ್ಮೀಯ ವಿಚಾರಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತನಾಗಿದ್ದಾನೆ. താൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ಆ ಸೆರೆಮನೆ ವಾಸಲಿದ್ದಾಗ್ಯೂ ಕೂಡ ಆತನ ಎಲ್ಲರಿಗೋಸ್ಕರ കാലുകൾ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಇದ್ದಾನೆ. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയും, കാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ, ಸರ್ಪಣಿಯಿಂದ ಬಂಧಿಸಲ್ಪಟ್ಟಂತ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ താൻ തന്റെ സഹവിശ്വാസികളോട് പ്രാർത്ഥിക്കുന്നു. ಆ ಸಹ ವಿಶ್ವಾಸಿಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. അവരിലും നമ്മളെ പോലുള്ളതായിരിക്കുന്ന കുറുകളൊക്കെ ഉള്ളവരായിരിക്കാം ഫിലിപ്പിയ വിശ്വാസികൾ. ಆ ಫಿಲಿಪಿಯ ವಿಶ್ವಾಸಿಗಳು ಕೂಡ ನಮ್ಮಲ್ಲಿರುವಂತ ಕೊರತೆಗಳಿರುವಂತ ವಿಶ್ವಾಸಿಗಳಾಗಿರಬಹುದು. അതൊന്നും എടുത്ത് ചൂണ്ടിക്കാട്ടുകയല്ല, ಅದನ್ನು ಎತ್ತಿ ತೋರಿಸುವಂತದ್ದಲ್ಲ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ಆದ್ರೆ ದೇವರ ಬಳಿ ಪ್ರಾರ್ಥಿಸುವಂತದ್ದು. ദൈവമേ എന്റെ വിശ്വാസികൾ, ದೇವರೇ ನನ್ನ ವಿಶ್ವಾಸಿಗಳು അവർ നല്ലതായി ജീവിക്കണം. ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಜೀವಿಸಲಿ. അവരുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. ಆ 3 ಸಂಗತಿಗಳು ಉಂಟಾಗಬೇಕು. ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമത്തെ ಈ ವಾಕ್ಯದ ಮುಖಾಂತರವಾಗಿ ದೇವರು ನಮ್ಮ ಪ್ರತಿಯೊಬ್ಬೊಬ್ಬರನ್ನ ಸಹಾಯ ಮಾಡಲಿ. ದೇವರ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ಆಮೆನ್.